ചൈനയിൽ വെച്ച് നടക്കുന്ന SCO ഉച്ചകോടിയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിയെ സ്വാഗതം ചെയ്ത് ചൈന. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളിലായി ചൈനയിലെ ടിയാൻജിനിൽ നടക്കുന്ന SCO ഉച്ചകോടിയിലേക്കാണ് മോദിയെ സ്വാഗതം ചെയ്തത്. ഈ ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കുമെന്ന് തന്നെയാണ് ചൈന പ്രതീക്ഷിക്കുന്നതെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. മോദി അവസാനമായി ചൈന സന്ദർശിച്ചത് 2018-ലാണ്. ഇതിനുശേഷം ഗൽവാനിൽ വെച്ച് നടന്ന ഇന്ത്യൻ ചൈനീസ് സൈനികരുമായി നടന്ന ഏറ്റുമുട്ടലിൽ ഏകദേശം 20ഓളം ഇന്ത്യൻ സൈനികർ വീരമൃത്യു മരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ മോശമായത്. ഇതേ തുടർന്നാണ് മോദി തന്ത്രപൂർവ്വം അമേരിക്കൻ ചേരിയിലേക്ക് താൽപ്പര്യം പ്രകടിപ്പിച്ചത്. ചൈനയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടായിരുന്നു അമേരിക്കയുമായുള്ള ബന്ധങ്ങൾ മോദി തന്ത്രപൂർവ്വം ഊട്ടിയുറപ്പിച്ചത്. എന്നാൽ ട്രംപിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടി ഇത് തകിടം മറിഞ്ഞിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ താനാണ് നിർത്തിച്ചതെന്ന് ട്രംപ് പലതവണ പറഞ്ഞെങ്കിലും ഇന്ത്യ അതിനെ അനുകൂലിച്ചില്ല എന്ന് മാത്രമല്ല, ട്രംപ് കാരണമല്ല ഇന്ത്യ യുദ്ധം നിർത്തിയതെന്ന് ഇന്ത്യ പലകുറി ആവർത്തിച്ചു. ഈ ഒരൊറ്റ കാരണമാണ് ട്രംപിനെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചത്. അതിനിടയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുവാൻ വിദഗ്ധരായ പാകിസ്ഥാനികൾ ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് ശുപാർശ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ചൈനയുടെ വലിയ സഹായിയാണ്, വലിയ സുഹൃത്തായിരുന്നു പാകിസ്ഥാൻ ഇത്രയും കാലം. എന്നാൽ പെട്ടെന്ന് തന്നെ പാകിസ്ഥാൻ കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ്. ട്രംപിനെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനുള്ള കുറേ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നത് മാത്രമാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ ചൈനയെ വേണമെങ്കിൽ ഉപേക്ഷിച്ചേക്കാം. ചൈനയ്ക്കും അറിയാം പാകിസ്ഥാനെ എത്രത്തോളം വിശ്വസിക്കാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുമായും ചൈനയുമായും നല്ല ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി പഴയ ഇന്ത്യ ചൈന ബായി ബായി പാടിക്കൊണ്ട് ചൈന പ്രധാനമന്ത്രി മോദിയെ SCO മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് പകരക്കാരനാകുമോ ചൈന? ചൈനയിലേക്ക് നമുക്ക് കയറ്റുമതി ചെയ്യുവാൻ അധികമൊന്നുമില്ല. റോ മെറ്റീരിയൽസ് മാത്രമാണ് ചൈനയ്ക്ക് വേണ്ടത്. അവരത് ഉയർന്ന ഉൽപ്പന്നങ്ങളാക്കി തിരിച്ച് ഇന്ത്യയിൽ വിൽക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ചൈനയുമായി കൂട്ടുകൂടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചോദിക്കുന്നത്.